ഹായ് ഹലോ എല്ലാവർക്കും ഷോറൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേസരിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. സിമ്പിളായിട്ടുള്ള ഒരു കേസരി റെസിപ്പി ഞാനിവിടെ പറയാം. അതിന് വേണ്ട സാധനങ്ങൾ: റവ 1 കപ്പ്, ബ്ലാക്ക് കപ്പ് ഉണ്ടല്ലോ, അതാണ് ഞാൻ അളന്നെടുത്തേക്കുന്നത്. റവ 1 കപ്പ്, പഞ്ചസാര 1 കപ്പ്. നിങ്ങൾ എത്ര റവ എടുക്കണോ സെയിം പഞ്ചസാര എടുക്കുക, അതേ അളവിൽ പഞ്ചസാര എടുക്കുക. പിന്നെ നെയ്യ്, പിന്നെ ഫുഡ് കളർ അത് കുറച്ചെടുത്താൽ മതി. പിന്നെ മുന്തിരിങ്ങ, അത് ഒരു 20 എണ്ണോളം ഉണ്ട്. പിന്നെ പാല് 400 ml പാല്. ഇത്രയും സാധനങ്ങളാണ് കേസരി ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എത്ര റവ എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി സെയിം അതേപോലെ പഞ്ചസാര എടുക്കുക. നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് 4 സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. ഞാനിവിടെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. നാല് സ്പൂണ് നെയ്യ് ഒഴിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മുന്തിരിങ്ങ ഇടാം. 20 എണ്ണമാണ് ഞാൻ എടുത്തേക്കുന്നത്. പെട്ടെന്നാവും, ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ. എന്നിട്ട് ഇളക്കുക. കണ്ടില്ലേ, പെട്ടെന്നായില്ലേ. നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് റവയാണ് ഇടേണ്ടത്. റവ ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പം ഞാൻ എല്ലാ ദിവസവും 1 മണിക്കാണ് വീഡിയോ ഇടുന്നത്. നിങ്ങളത് കാണുക, അഭിപ്രായം പറയുക. ഇല്ലേ, ഈ നിറം മാറുന്നവരെ അങ്ങനെ ഇളക്കുക. ഇതിലേക്ക് ഞാൻ 500 ml പാല് ഒഴിക്കുകയാണ്. നന്നായിട്ട് ഇളക്കുക. പാൽ ഏകദേശം 3/4 വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇടാം. അത് നന്നായിട്ട് ഇളക്കുക. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് അറിയാവുന്ന വിഭവമാണ് കേസരി. മിക്കവാറും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കുമായിരിക്കും. അപ്പം നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്യുന്ന രീതി നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. പലതും പല രീതിയിലായിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഒരുപാട് നെയ്യ് ചേർത്തില്ല. ഒരുപാട് നെയ്യ് ചേർത്ത് ഉണ്ടാക്കുന്ന വേറൊരു രീതി ഉണ്ട്. ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ കാണിച്ചു തരാം. ഇത് ഞാൻ കുറച്ച് നെയ്യ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നന്നായിട്ട് ഇളക്കണം. അതിൽ കട്ട പിടിക്കാനൊന്നും പാടില്ല. നന്നായിട്ട് ഇളക്കണം.
അപ്പോൾ നിങ്ങൾ പാൽ ഇതുപോലെ ഇപ്പം ഇരട്ടി റവ എടുത്തിട്ടുണ്ടെങ്കിൽ പാലും അതിനനുസരിച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റവയും പഞ്ചസാരയും കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ പാൽ അതുപോലെ കൂടുതൽ എടുക്കുക. ഇനി ഇതിലേക്ക് ഫുഡ് കളർ ഞാൻ ആദ്യം കുറച്ച് ചേർക്കുകയാണ്. ഓറഞ്ച് കളർ ഫുഡ് കളറാണ് ഞാനിവിടെ മേടിച്ചേക്കുന്നത്. അതുകൊണ്ട് വേറൊരു കളറായിരിക്കും. സാധാരണ കേസരിക്കൊരു യെല്ലോ കളറാണ്, ഇത് ഞാൻ വേറൊരു കളറാണ് ഉണ്ടാക്കുന്നത്. ഓറഞ്ച് കളറാണ്. അത് നന്നായിട്ട് ഇളക്കുക. കളറ് നിങ്ങളുടെ ആവശ്യാനുസരണം കേട്ടോ. അപ്പോൾ കുഞ്ഞിനും കൂടെ വേണ്ടിയിട്ടുള്ളതുകൊണ്ട് ഞാൻ അങ്ങ് ഒരുപാട് കളറ് ചേർത്തിട്ടില്ല. നിങ്ങളുടെ ഇഷ്ടാനുസരണം കളർ ഒരുപാട് വേണ്ടവർക്ക് ചേർക്കാം. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർക്കുകയാണ്. അത് നന്നായിട്ട് ഇളക്കുക. അത് നന്നായിട്ട് ഇളക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് കളർ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് കളർ ചേർക്കാം. കളർ ഞാൻ എന്താ പറയുക, എപ്പോൾ ചേർത്താലും കുഴപ്പമില്ല. എന്നുവെച്ചാൽ ഒരുപാട് കട്ടിയ ശേഷം ചേർക്കാൻ പറ്റില്ല. എന്നാൽ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കളറ് ചേർക്കാം. ഞാൻ ഒരു ചെറിയ സ്പൂണിൽ വീണ്ടും കുറച്ചുകൂടെ കളറ് ചേർക്കുകയാണ്. ഇനി നന്നായിട്ട് ഇളക്കുക. കണ്ടില്ല, അതിൻ്റെ കളർ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കുക. എളുപ്പമാണ് ഉണ്ടാക്കാൻ. കളറൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. ഞാനിവിടെ ഏകദേശം 2 സ്പൂണോളം ചേർത്തിട്ടുള്ളൂ. കലക്കിയത് 2 സ്പൂൺ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾ കണ്ടല്ലോ, നിങ്ങളുടെ പാകത്തിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക. കുഞ്ഞിനൊക്കെ വേണ്ടതുകൊണ്ടാണ് ഞാൻ അധികം കളറ് ചേർക്കാത്തത്. അപ്പോൾ നമ്മുടെ കേസരി തയ്യാറായി. ഇതിലേക്ക് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വീണ്ടും ഇളക്കുക. കണ്ടില്ല, നല്ല കട്ടിയായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ അടിയിലൊന്നും പിടിക്കാതെ വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കേസരി തയ്യാറായിട്ടുണ്ട്. ഞാനൊരു കുക്കി കട്ടർ വെച്ച് കേസരി കട്ട് ചെയ്തതാണ് ഇത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ബൈ, നാളെ കാണാം.